ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു LED മാസ്ക് ആണ്. അതായത് നമുക്കറിയാം ഇലക്ഷൻ ഡേറ്റ് ഒക്കെ അടുത്ത് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ടി ഏതാണോ ആ പാർട്ടിക്കുള്ള പേരനുസരിച്ച് നമുക്ക് ഈ മാസ്കിലേക്ക് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ LDF എന്നാണ് ഈ മാസ്കിൽ ഞാൻ പ്രിന്റ് ചെയ്യിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ UDF ആൾക്കാരാണെങ്കിൽ ഇതുപോലെ UDF നിങ്ങളുടെ മാസ്കിൽ പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. ഇനി നിങ്ങൾ BJP ആൾക്കാരാണെങ്കിൽ ഇതുപോലെ BJP നിങ്ങളുടെ മാസ്കിലേക്ക് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഈ പാർട്ടിയുടെ പേര് മാത്രമല്ല, നമുക്ക് എന്ത് പേര് വേണമെങ്കിലും നമ്മുടെ ഈ മാസ്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുന്ന നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ LED മാസ്ക് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു LED സ്ട്രിപ്പാണ്. ഈ സ്ട്രിപ്പ് കാണുന്നത് നിങ്ങൾ സാധാരണ ഒരു LED സ്ട്രിപ്പാന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിച്ചിട്ടുള്ള സ്ട്രിപ്പാണ്. മാത്രമല്ല, നമ്മുടെ സാധാരണ LED സ്ട്രിപ്പുകളൊക്കെ 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഇത് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ വേറൊരു മാറ്റം എന്നുള്ളത്, നമുക്ക് സാധാരണ LED സ്ട്രിപ്പിൽ 3 ഇഞ്ച് ആകുമ്പോഴാണ് കട്ട് ചെയ്യാൻ പറ്റുക. അതായത് ഒരു കട്ടിംഗ് പോയിന്റ് ഉണ്ടാവുക. പക്ഷെ ഇതിനെ ഓരോ LED ഇടയിലും വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഓരോ LED സെപ്പറേറ്റ് പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. അഡ്രസ്സബിൾ LEDs ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ LED സ്ട്രിപ്പിന്റെ പ്രത്യേകത. താരതമ്യേന നമ്മുടെ സാധാരണ LED സ്ട്രിപ്പിനായിട്ട് കുറച്ച് വില കൂടിയ ഒരു ഐറ്റം ആണിത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു LED സ്ട്രിപ്പ് ആവശ്യമുണ്ട്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണത്, ഒട്ടിക്കുന്നത് ഒക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ തൽക്കാലം ഇത് മാത്രം അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബാറ്ററിയും അതിന്റെ ഒരു കണക്ടറുമാണ്. ഓക്കെ, അപ്പോൾ അതാ ഈ ബാറ്ററിയും കണക്ടറും 9 വോൾട്ട് ബാറ്ററിയാണ്. 9 വോൾട്ട് നമുക്ക് ആവശ്യമില്ല, നമുക്കത് 5 വോൾട്ടിലേക്ക് കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 7805 IC ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ ഈ 9 വോൾട്ടിനെ 5 വോൾട്ടാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ. പിന്നെ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് സുഖമായിട്ട് വലിക്കാൻ പറ്റിയ രീതിക്ക് ഒരു കണക്ടർ ഉണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമുക്ക് അറിയുന്ന ഒരു കണക്ടർ തന്നെയാണിത്. അപ്പോൾ നമുക്കിത് സുഖമായിട്ട് ഇതും എങ്ങനെ പ്ലഗ് ചെയ്താൽ നമുക്ക് പ്ലസ് മൈനസ് സുഖമായിട്ട് ഉപയോഗിക്കാം. 9 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് കുറച്ച് വയറാണ് വേണ്ടത്. അതായത് നമുക്ക് സാധാരണ അവൈലബിൾ ആയിട്ടുള്ള റിബൺ വയർ ആണിത്. റെയിൻബോ വയർ, റിബൺ വയർ എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വയർ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് മെയിൻലി വേണ്ടത്, ഞാനൊരു കാര്യം വിട്ടുപോയി മെയിൻലി പറയാൻ, നമുക്ക് നമ്മുടെ മാസ്ക് ആണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കോ, എന്റെ മുഖത്തിന്റെ സൈസിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ മാസ്ക് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം വലുതാവും, കണ്ടോ ഇതിന്റെ ഒരു വലിപ്പം കണ്ടു നിങ്ങൾ. അപ്പൊ അത്രയ്ക്കും LED എനിക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയ മാസ്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഫേസിന് പാകാവുന്ന മാസ്ക് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ. എന്നിരുന്നാൽ കൂടി നമുക്ക് LEDs ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ചെറുതായിട്ടുള്ള ഈ ഫാബ്രിക് ഗ്ലൂ അങ്ങനത്തെ ഐറ്റംസ് ആണ് വേണ്ടത്. അപ്പൊ അതങ്ങനെ ഒരു ഐറ്റം ആയിട്ട് കൂട്ടാൻ പറ്റാത്ത രീതി ആയതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. പിന്നെ നമുക്ക് മെയിൻലി വേണ്ടത്, നമ്മൾ ഈ LED ഞാൻ പറഞ്ഞല്ലോ, ഈ LED നമ്മൾ വെറുതെ 12 വോൾട്ടിലേക്ക് കണക്ട് ചെയ്താൽ ഇത് വർക്ക് ചെയ്യില്ല. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു കൺട്രോളറോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു IC വേണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പഴയ ആർഡിനോ നാനോ ആണ്. ഞാനത് മുമ്പും എന്റെ ചെറിയ ചെറിയ വീഡിയോസിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഞാൻ ഇതിൽ വീണ്ടും പറയുന്നില്ല, കാരണം എല്ലാ വീഡിയോസിലും ഇങ്ങനെ റിപ്പീറ്റഡ് ആയി പറയണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്ക് ഞാൻ ഈ വീഡിയോ ഇടാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കോഡ് ചെയ്യണത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുമ്പോൾ, നമുക്ക് നമ്മുടെ കോഡ് നമ്മൾ എഴുതിയിട്ടുള്ളത് 11 LED റോന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു റോ എന്ന് പറഞ്ഞാൽ 11 LEDs ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ LEDസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള അളവ് 11 LEDs ആണ്. കാരണം നമ്മുടെ മാസ്കിൽ 11 LEDs ആണ് ഒതുങ്ങുക. അപ്പൊ ഇത് എവിടുന്ന് എണ്ണി ഞാൻ കട്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10 11 11 മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് കട്ട് ചെയ്യാണ്. വീണ്ടും അടുത്ത 11 1 2 3 4 5 6 7 8 9 10 11 അടുത്തതാ കട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു 7 സ്ട്രിപ്പ് എന്റെ കയ്യിലുണ്ട്. 3 3 6 1 7. ഓക്കെ, അപ്പൊ നമ്മുടെ മാസ്കിൽ നമുക്കിതാ ഇങ്ങനത്തെ ഒരു മോഡലിലാണ് ഒട്ടിക്കേണ്ടി വരാം. ഇങ്ങനെ നിരത്തി വെച്ച് വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കണം നമുക്ക് മാസ്കിന്റെ ഉള്ളിലേക്ക്. ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മുടെ 7 LED സ്ട്രിപ്പ് നമുക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, 11 LEDs കോളം, 11 LEDs കോളം. ഓക്കെ ആണല്ലോ. പിന്നെ 7 LEDs റോ. 7 LEDs റോ എന്ന് പറയുമ്പോൾ എനിക്ക് 7 അങ്ങനെ പിടിക്കാൻ പറ്റണില്ല. ഞാൻ എന്നാലും പിടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ 7 LEDs റോ വന്നു. 7 LEDs റോ, 11 LEDs കോളം. ഇതാണ് നമ്മുടെ മാസ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെട്രിക്സ് മോഡല്. ഓക്കെ ആണല്ലോ. ഇങ്ങനെ സെറ്റ് ചെയ്ത LEDസിലൂടെയാണ് ഞാനിപ്പോ എന്ത് എഴുതിയാലും അതിങ്ങനെ പാസ് ചെയ്ത് പോവാ. അതായത് സ്ക്രോളിംഗ് ഡിസ്പ്ലേ ആയിട്ട് പോവാ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുപോലെ നമുക്ക് നമ്മുടെ മാസ്കിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് സോൾഡർ ചെയ്യണം.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മാസ്കിലേക്ക് ഇത് സെറ്റ് ചെയ്യണം. ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന അതേ മാസ്ക് തന്നെയാണ്. മാസ്ക് നമ്മൾ പരത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഓരോ LED സ്ട്രിപ്പും നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ ആണല്ലോ? 3 3 3 2 11. ഓക്കെ ആണല്ലോ? നേരെ ഞാൻ ഒട്ടിക്കുകയാണ്. ഓൾറെഡി ഈ ഒരു സ്ട്രിപ്പും ഒരു പശ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ എന്റെ ഒരു വിശ്വാസത്തിനും ബലത്തിനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ തുണിയിലേക്കാണ് ഒട്ടിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ഈ സ്റ്റിക്കർ ഇങ്ങനെ പറിച്ചു കളഞ്ഞതിന് ശേഷം ഇങ്ങനെ മാസ്കിലേക്ക് വൃത്തിയായിട്ട് ഒട്ടിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളൊരു സ്ട്രിപ്പ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഫാബ്രിക് ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല, വൃത്തിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. എന്നാലും ഫാബ്രിക് ഗ്ലൂ സൈഡിൽ കൂടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ LED സ്ട്രിപ്പും ഇതിലേക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ റോവിൻ്റെ കാര്യത്തിലും കോളത്തിൻ്റെ കാര്യത്തിലും മനസ്സിലായിട്ടുണ്ടാവും. അതായത് 11 കോളങ്ങൾ കണ്ടോ, 11 കോളങ്ങളും 7 റോകളാണ് ഉള്ളത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡലാണ് നമ്മൾ മാസ്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി ഒട്ടിച്ചിട്ടുള്ള എൻ്റെ ആ ഒരു രീതി നോക്കാം. ഓരോ LEDസും സെയിം ലൈനിലായിരിക്കണം. എങ്കിലാണ് ആ എഴുതി പോകുന്ന ലെറ്റർ നമുക്ക് വൃത്തിയായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? അത് തോന്നിയ പോലെ ഒട്ടിക്കാൻ നിൽക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മുടെ മാസ്കിൽ നമ്മൾ നേരത്തെ പറയാൻ പറ്റൊരു കാര്യം, നമ്മുടെ ഈ മാസ്ക് അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിരിക്കും കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ അത്യാവശ്യമൊക്കെ മടക്കാൻ പറ്റും. ഒരു ഇതൊക്കെ നമ്മുടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാസ്കാണ്. LED സ്ട്രിപ്പൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് സ്ട്രോങ് അല്ല. നമുക്ക് അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ വളച്ചൊടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു ഇത്. പിന്നെ നമുക്കിനി ചെയ്യേണ്ടത് വയറുള്ള കണക്ഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതിൽ നിങ്ങൾക്ക് ഓരോ LED ഇടയിലും ഒരു പ്ലസും മൈനസും ഒരു ഡിജിറ്റൽ പിന്നും കാണാം. അപ്പോൾ ഇതിന്റെ ഈ പ്ലസ് മൈനസ് ഒക്കെ എങ്ങനെയും കോമൺ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ ഇവിടുത്തെ 5 വോൾട്ട് ഇവിടേക്ക് കണക്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ഒറ്റ ലെയറിൽ മാത്രം ഒരു നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഡിജിറ്റൽ പിന്നുകൾ കണക്ട് ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ഗ്രൗണ്ടും 5 വോൾട്ടും കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഓരോ സ്ട്രിപ്പിൽ നിന്നും 5 വോൾട്ട് അടുത്ത സ്ട്രിപ്പിലേക്ക്, അങ്ങനെ അടുത്ത സ്ട്രിപ്പിലേക്ക്, അടുത്ത സ്ട്രിപ്പിലേക്ക്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഒട്ടിച്ച ഒരു രീതി അനുസരിച്ചിട്ട് ഇത് ഈ സ്ട്രിപ്പിൻ്റെ 5 വോൾട്ടും ഇപ്പുറത്തെ 5 വോൾട്ടും ഒരേ സൈഡിലാണ് വരുന്നത്, അടുപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നേരെ സോൾഡറിങ് കൊണ്ട് തന്നെ നമ്മൾ ലെഡ് ഉപയോഗിച്ചിട്ട് ഷോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ 5 വോൾട്ട് ഗ്രൗണ്ട് ഒക്കെ കോമൺ ആണ്. ഇവിടെ എവിടെയായാലും ഇപ്പോൾ 5 വോൾട്ട് വരും. ഞാൻ ഈ 5 വോൾട്ട് ഇവിടെ 5 വോൾട്ട് ഗ്രൗണ്ട് ഇവിടെ കൊടുത്താൽ ഈ സ്ട്രിപ്പ് മൊത്തം എവിടെ 5 വോൾട്ട് ഉണ്ടെങ്കിലും ആ പോയിന്റിലൊക്കെ 5 വോൾട്ട് വന്നിരിക്കും. ഈ ഡിജിറ്റൽ ഇന്ന് ഇവിടെ കയറി ഇതിൻ്റെ അവസാനമാണ് ഡിജിറ്റൽ ഔട്ടായിട്ട് അവസാനിക്കുന്നത്. ഈ ഔട്ടിൽ നിന്ന് നമ്മളൊരു കണക്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ ഇന്നിലേക്ക് കൊടുക്കണം. ഓക്കെ ആണല്ലോ? അതായത് ഈ നടുവിലത്തെ ഡിജിറ്റൽ ഔട്ട് DO എന്ന് എടുത്തിട്ട് ഇതിൻ്റെ DINലേക്ക് കൊടുക്കണം. അപ്പോൾ വീണ്ടും ആ പാത്ത് കട്ടാവാതെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറിപ്പോയി. ഇനി ഇവിടെ എത്തുമ്പോൾ ഡിജിറ്റൽ ഔട്ടാണ്. ഈ ഡിജിറ്റൽ ഔട്ടിൽ നിന്ന് നമ്മൾ ഇന്നിലേക്ക് കൊടുക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാ ഈ പാത്ത് കട്ടാവേണ്ട ഇങ്ങനെ കയറി ഇവിടം വരെ കയറി. ഓക്കെ ആണല്ലോ? അങ്ങനെ ഇത് ഇവിടെ എത്തി. ഇനി ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ അത് സോൾഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആ സ്ട്രിപ്പുകൾ തമ്മിലുള്ള കണക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതാ ഇവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു വയർ ഇട്ടിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് കണക്ട് ചെയ്തു. ഇനി നേരെ ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ എത്തിയപ്പോൾ ഒരു വയർ ഇട്ടിട്ട് ഇപ്പുറത്തേക്ക് കണക്ട് ചെയ്തു. അങ്ങനെ അത് ഒരു പാത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ആളെ അവസാനിക്കുക ഇവിടെ ആയിരിക്കും. ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അതായത് എൻ്റെ നാനോ ഞാൻ ഈ മാസ്കിൽ വെച്ച് ഒട്ടിച്ചു. ഓക്കെ ആണല്ലോ? അത് ഞാൻ കണക്ഷൻ നിസ്സാര കണക്ഷനാണ്, സിമ്പിൾ കണക്ഷനാണ്, തല പോകേണ്ട ഒരു കണക്ഷനും ഇല്ല. നമ്മുടെ ഈ നാനോ ബോർഡ് ഞാൻ ഈ സൈഡിലേക്ക് വെച്ചു. കാരണം ഇത് ഞാൻ ആദ്യം സെൻറ്ററിൽ ഒട്ടിച്ചതാണ്, സൈഡിലേക്ക് മാറ്റിയതാണ്. കാരണം സെൻറ്ററിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മുടെ ഈ മാസ്ക് മുഖത്തിൻ്റെ മുൻഭാഗത്ത് ഇങ്ങനെ വളയും. അപ്പോൾ ഇതൊന്നിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പോൾ ഏറ്റവും പ്രൊജക്ഷൻ ഇല്ലാത്ത രീതിക്കും മാസ്കിൻ്റെ പുറത്തേക്ക് വരാത്ത രീതിക്കും വരുന്ന ഒരു രീതിയിൽ ഞാനിവിടെ ഈ ഒരു നാനോ ഒട്ടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ 7805 IC എന്തിനാണുള്ളത് ഞാൻ പറഞ്ഞു. കാരണം നമ്മുടെ ഈ ബാറ്ററിയിൽ നിന്ന് 9 വോൾട്ടാണ് വരിക. ആ 9 വോൾട്ട് ഒരിക്കലും നമുക്ക് നാനോയിലേക്ക് കൊടുക്കാൻ പറ്റില്ല. നാനോയിലേക്ക് മാത്രമല്ല ഈ സ്ട്രിപ്പിലേക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 9 വോൾട്ടിന് നമ്മൾ ചുരുക്കി 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ICയുടെ നടുവിലൊരു കുത്ത് കാണാം. ആ കുത്താണ് ഗ്രൗണ്ട് കോമൺ. അതായത് 5 വോൾട്ടിൻ്റെ സൈഡിലേക്കും 12 അതായത് 9 വോൾട്ടിൻ്റെ സൈഡിലേക്കും കോമൺ ആയിട്ടാണ് ഈ ഗ്രൗണ്ട് നടുവിലത്തെ ഈ പിന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? ഇപ്പുറത്തേക്ക് നമ്മൾ 12 വോൾട്ട് കൊടുക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 9 വോൾട്ടാണ്. ആ 9 വോൾട്ട് ഫസ്റ്റത്തെ ഈ ഒരു ലെഗിലേക്ക് കൊടുക്കും. അപ്പുറത്തെ ലെഗ് ഗ്രൗണ്ടാണ്, കോമൺ ഗ്രൗണ്ടാണ്. അതിൻ്റെ അപ്പുറത്തെ ലെഗിലേക്ക് 5 വോൾട്ട് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും തീർത്തിട്ടുണ്ട്, കോഡിംഗ് അടക്കം. അപ്പോൾ കോഡിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ കോഡിങ് എങ്ങനെ ചെയ്യാതെ നമ്മുടെ ഫോണിൽ നിന്നും ചെയ്യാനുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്, ഇങ്ങനെ സിസ്റ്റത്തിൽ നിന്ന് ചെയ്യാനുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ നിന്ന് ചെയ്യാനായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കോഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫോണിൽ കൂടെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എങ്ങനെയാണ് കോഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് കാണാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ ഇത് കാണിക്കുന്നില്ല, ഭയങ്കര ബോറടി ആയിരിക്കും ഇത് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ബാറ്ററിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ബാറ്ററിയുടെ കണക്ടർ ഞാൻ എടുത്തിട്ടുണ്ട്, നമ്മളെ 9 വോൾട്ട് ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലസ് മൈനസ് നോക്കിയിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാൻ കണക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് എന്തോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ ഇപ്പോൾ പകലായതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് അത് കാണാൻ പറ്റാത്ത. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് വെച്ച് കാണിച്ചു തരാം എന്താണ് എഴുതി പോകണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ മാസ്ക് നമ്മൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ മാസ്കിൻ്റെ ഒരു സെറ്റപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇതാ ഇതിന് മുമ്പിൽ നമുക്കൊരു ക്ലോത്ത് വയ്ക്കണം. അതായത് ഒരു ബ്ലാക്ക് കളർ ക്ലോത്ത് വെച്ചാൽ മതി, അപ്പോഴാണ് അതിൻ്റെ ഫിനിഷിങ് വരാം. അതായത് നമുക്ക് ഈ LED സ്ട്രിപ്പ് ഒന്നും കാണാൻ പാടില്ലല്ലോ പുറത്തേക്ക്, അതൊക്കെ വൃത്തികേടല്ലേ. അപ്പോൾ ആ ബ്ലാക്ക് ക്ലോത്ത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇത് ഏകദേശം ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അതിൻ്റെ മുകളിൽ വെച്ചാൽ പിന്നെ LED മാത്രമേ കാണുള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിപ്പോൾ പകലായതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്ന് വിസിബിൾ ആയിരിക്കില്ല, നൈറ്റിലാണ് അതിൻ്റെ ഒരു ഭംഗി വരാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ കണ്ടോ ഒരു ബ്ലാക്ക് തുണീൻ്റെ മുകളിലേക്ക് അടിച്ചു. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് തുണീൻ്റെ മുകളിൽ വന്നപ്പോൾ കറക്റ്റ് പുറത്ത് നിന്ന് നോക്കുമ്പോൾ സാധാരണ മാസ്ക്, പക്ഷേ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ലൈറ്റ് ഇത് കണക്ട് ചെയ്ത് കാണിച്ചു തരാണ്. നമ്മളിപ്പോൾ സ്വിച്ച് ഒന്നും വെച്ചിട്ടില്ല, കാരണം സ്വിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ സ്വിച്ച്. അതുകൊണ്ട് ഞാൻ സ്വിച്ച് എടുത്ത് കാണിക്കുന്നില്ല. അല്ലേ, നമ്മൾ കണക്ട് ചെയ്യാണ്. ഓക്കെ, കണ്ടോ. ഇനി ഈ ബാറ്ററി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഷർട്ടിൻ്റെ ബാക്കിൽ കൂടെ ഇവിടെ പോക്കറ്റിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ വയർ കാണാത്ത രീതിയിലേക്ക് നമുക്ക് ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടെ വയർ വന്നിട്ട് പോക്കറ്റിൻ്റെ ഉള്ളിൽ കയറുന്ന വഴി ഇടിക്കാക്കാം. ഇപ്പോൾ പകലായതുകൊണ്ടും നല്ല വെളിച്ചമുള്ളതുകൊണ്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കീ എന്നുള്ളത് അത്ര വിസിബിളായിട്ട് കാണുന്നുണ്ടാവില്ല. നമുക്ക് രാത്രി എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ബ്രൈറ്റ്നസ്. ഈ ഒരു ബ്രൈറ്റ്നസ്സിലാണ് നല്ല രസം ഉണ്ടാവുക കാണാൻ. അതായത് രാത്രിയൊക്കെ നമുക്ക് ഇപ്പോൾ പൂരമൊക്കെയാണ് വരുന്നത്, തൃശ്ശൂർ പൂരമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷണിക്കുന്നത് പൂരത്തിന്. അത് മാത്രമല്ല ഈ രാത്രി ഈ പൂരത്തിന് പരിപാടികൾക്കൊക്കെ വെച്ചെടുക്കുമ്പോൾ നല്ല രസമാണ് ഇതുപോലെ മാസ്കുകൾ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ മാസ്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പിന്നെ ഞാൻ ഈ കമൻറ്റ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ല, നിങ്ങളുടെ കമൻറ്റ് കിട്ടിയിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് നിരന്തരം കമൻറ്റ് ഇടാൻ പറയുന്നത്. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഒരിക്കലും എൻ്റെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. അതായിരിക്കും ബൈ.